ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ ഫോൺ ഒരു അഡിക്ഷനാണ്, ഷുഗർ ഒരു അഡിക്ഷനാണ്, ടീ അല്ലെങ്കിൽ കോഫി ഒരു അഡിക്ഷനാണ്. ഒരു വസ്തുവിനോട് അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അതില്ലാതെ ആൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. നമ്മൾ സാധാരണ കാണുന്നത് ഡ്രഗ്സിലേക്ക് മാത്രമാണ് നമ്മൾ കാണാറുള്ളൂ, അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ സിഗരറ്റ് യൂസ് ചെയ്ത് ഈ വിഷയങ്ങളിലേക്ക് മാത്രം നമ്മൾ അഡിക്ഷൻ കാണാറുള്ളൂ. പക്ഷേ പിന്നെയും പിന്നെയും നമുക്കത് യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്യാതെ നമുക്ക് പറ്റാത്ത ഒരു സാഹചര്യം വരുന്നുണ്ടെങ്കിൽ അതിന് അഡിക്ഷൻ എന്ന് വിളിക്കേണ്ടി വരും. അപ്പോൾ അതിന്റെ ഒരു പിന്നിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഇതിന്റെ ആരാണ് ഇതിന്റെ കാരണക്കാരൻ എന്ന് നോക്കുമ്പോൾ നമ്മൾ ഡോപ്പമൈൻ തന്നെ പറയണം. അപ്പോൾ ഡോപ്പമൈനെ കുറ്റം പറയുന്നതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യണം ഏത് വഴിയിലേക്ക് പോകണം, എന്ത് തരത്തിലുള്ള ഡോപ്പമൈനാണ് നമ്മുടെ ബോഡിയിൽ ഉത്പാദിപ്പിക്കേണ്ടത്. ഡോപ്പമൈൻ അറിയില്ല ഇയാൾ എന്ത് ചെയ്തിട്ടാണെന്നുള്ള ഇയാൾക്കറിയാം, പക്ഷേ ഇയാൾക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഉയരുന്നത് അപ്പാവുന്നത് എന്നുള്ളത് മാത്രമേ ഡോപ്പമൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഹെൽത്തി വേയിൽ നമ്മൾ ഡോപ്പമൈനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മളൊരു കണ്ടിന്യൂസ് ഹെൽത്തി വേ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗുഡ് അഡിക്ഷനിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ ഒരു ഫിറ്റ്നസ് ഫോക്കസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിൽ വഴി പോകുമ്പോൾ ഒരുപാട് ഫിറ്റ്നസ്സിൽ ആൾക്ക് ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. ചില ആളുകൾക്ക് റീഡിങ് ഒരു ഹാബിറ്റ് ആക്കി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. മീൻസ് റീഡിങ് ആദ്യം താല്പര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ റീഡിങ് എങ്ങനെ വായിക്കാൻ പറ്റും എന്നറിയാത്ത ആൾക്കാരുണ്ടാവും. ആദ്യം ഒരു ബുക്ക് വായിക്കുമ്പോഴത്തേക്ക് തന്നെ ഉറക്ക് തൂക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അത് നമ്മൾ അതിനെ പ്രാക്ടീസ് ചെയ്ത് ആദ്യം 4 വരി വായിച്ച്, പിന്നെ അടുത്ത ആഴ്ചയിലേക്ക് ആകുമ്പോഴത്തേക്ക് 8 വരി വായിച്ച്, പിന്നെ ഒരു പേജ് വായിച്ച്, പിന്നെ അത് നമുക്കൊരു ബുക്ക് വായിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ വരുന്നത്. ഇത് നമ്മുടെ ഡോപ്പമൈനാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്.